വരട്ട മോളെ ഒരു ദായം കൂടി. ദാ പിടിച്ചോ. ഇല്ല. എന്നാ കണ്ടോ. ആ കളി. അല്ല, ഇതായിരുന്നു നമ്മൾ ദിവാകരനല്ലേ? ഇതാ. ഹലോ. എവിടെ ആയിരുന്നു ആശാനെ? പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഇവിടെ പുഴയിലും കുളത്തിലും കണ്ടിലും എന്ത് വേണ്ട, പരതാനി ഒരു സ്ഥലവും ഇല്ല. പുഴയിലും കുളത്തിലും ഞാൻ ചത്തെന്ന് വിചാരിച്ച് നീയൊക്കെ സന്തോഷമാണ്. എവിടെ ആയിരുന്നു ആശാനെ? വല്ല ലോക്കപ്പില മറ്റായിരുന്നോ? ഏടാ, എന്റെ പൂതി കണ്ടില്ലേ? അല്ല, അങ്ങനെ ചില സംസാരങ്ങൾ ഇവിടെ ഉണ്ടായി. പിന്നെ ഞങ്ങൾ അറിഞ്ഞത് മറ്റേ കാര്യം. ഏത് മറ്റേ കാര്യം? മാല, സ്വർണമാല, 2 പവൻ. അതൊക്കെ എപ്പോഴെവിടെ പാട്ടായി കഴിഞ്ഞു. നീയൊക്കെ കൂടെ ആയിരിക്കും പാട്ടാക്കിയത്. അത് വേണ്ടി വന്നില്ല. ദിവാന്റെ അച്ഛൻ 1-2 ദിവസം വട്ടള ചെയ്തുപോലായിരുന്നു പെരുമാറ്റം. 2-3000 രൂപ കിട്ടിക്കാണും. എല്ലാം അടിച്ചു പൊളിച്ചോ? കുറെ കാശ് ഏതെങ്കിലും ചരക്കുകളും തട്ടിക്കൊണ്ടുപോയി കാണും. പെരുവഴിയിൽ നിന്നോട് തോന്നിയാസം പറയരുത്. ഞാനൊരു അധ്യാപകനാ. അധ്യാപകൻ നിർത്തടാ. ഇങ്ങനെ അധ്യാപകൻ തന്നെ. ആർക്കാ ഇത്ര സംശയം? ഒന്നുമില്ലല്ലോ, ഈ നാട്ടിലെ പിള്ളേരെ 4 അക്ഷരം പഠിപ്പിച്ചു വിടുന്നുണ്ടല്ലോ. അതൊരു വലിയ കാര്യം തന്നെ. ശരി, സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തോളെ കയറുന്നോ? എങ്ങോട്ടാ? വെറുതെ വരണ്ട, ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. 2 ചായ എടുത്തേ. എന്താ കുട്ടിയെ, ജോലി വല്ലതും ആയോ? ആയി. എന്ത് ജോലി? കളക്ടർ. ഇവിടുത്തെ കളക്ടറാ ഇപ്പൊ. ഗോവിന്ദൻകുട്ടി മാഷ് എനിക്ക് പ്രിയപ്പെട്ട ഒരാളാ. അങ്ങയുടെ മകൻ ഒരു ജോലിയില്ലാതെ തെക്കും വടക്കും ഇങ്ങനെ നടക്കണ കണ്ടുകൊണ്ട് ചോദിച്ചു പോയതാ. അത്ര വിഷമം തോന്നെങ്കിലേ ഒരു 100 രൂപ ഇങ്ങാട്ടെ. 100 രൂപയോ? അതെ, കഞ്ഞി വെച്ച് കുടിക്കാൻ. വെളുപ്പിനാവുമ്പോ ഇറങ്ങിക്കോളൂ, ഉപദേശിക്കാനും ശാസിക്കാനും ഒക്കെ. അതിന് ചെലവൊന്നുമില്ലല്ലോ. ചുമ്മാ അല്ല, ഗുണം പിടിക്കാത്തത്. എന്തോ ഒന്നുമില്ലേ? ഈ നാട്ടുകാരെ കൊണ്ട് തോറ്റു. ഈ നാടും മടുത്തു. ഇവിടുന്ന് കെട്ട് കെട്ടിയേ പറ്റൂ. ആ കെട്ട് അങ്ങ് കുണ്ടാങ്കട വെച്ച് നഴിച്ചാ മതി. ഇന്നലെയും പിടിച്ചൊരു വ്യാജനെ. ഇത് വ്യാജ ഡോക്ടറല്ലേ? എന്തായാലും വ്യാജമല്ലേ മാഷെ? താനിങ്ങനെ ഭീരുവായാലും എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ രൂപ എത്ര ചെലവായി? ട്രെയിനിങ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയതായി കള്ളരേഖ ഉണ്ടാക്കാം 3000, അറ്റൻഡൻസിന് 1000. ഇപ്പൊ ഇതാ കള്ള സർട്ടിഫിക്കറ്റിന് 2000, പിന്നെ മൈസൂരിൽ പോയി വരാനുള്ള ചെലവ് വേറെ. ഇതൊക്കെ വെറുതെ കളയാമെന്നാണോ? ചേട്ടാ, എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു മരം കൂടനാണല്ലോ ഇവൻ. ഞാൻ എന്റെ സംശയങ്ങളങ്ങ് തീർക്കാൻ നോക്കല്ലേ മാഷെ? വരും പോലെ വരട്ടെ. കാശുണ്ടാക്കാൻ ഞാനൊരു മാർഗം ആലോചിച്ചിട്ടുണ്ട്. സ്വല്പം തട്ടിപ്പാണ്. ആകെ മൊത്തം തട്ടിപ്പല്ലേ? മാർഗം പറയാം. പശുവ ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ വെച്ചോണ്ടിരുന്ന ഐഡിയാസ് തുരുമ്പെടുത്തു. ഇനി ഞാൻ സത്യം പറയാം. നിങ്ങൾക്കും കൂടെ ഗുണമുള്ള കാര്യത്തിന് ഞാൻ ദേവിയുടെ മാല മോട്ടിച്ച്. എടാ, സുഹൃത്തെന്ന് പറഞ്ഞ ഏത് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നവൻ എന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലേ മാഷെ? സംശയമുണ്ടോ? ഇപ്പൊ നിങ്ങളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ഞാൻ സഹിക്കൂ. അതുപോലെ ആയിരിക്കണം തിരിച്ചും. അതിനിപ്പോ എന്തുണ്ടായി? നിങ്ങൾ പറഞ്ഞില്ലേ മാല വെച്ച് ഞങ്ങൾ ജോലി അടിക്കാൻ പോയതാ ടൗണിൽ നിന്ന്. എന്നാ സത്യം നിങ്ങൾക്ക് കേൾക്കണോ? ഗാനഗന്ധർവനായ യേശുദാസിന് അഡ്വാൻസ് കൊടുക്കാൻ പോയതാണ്. അഡ്വാൻസോ? അതെ, ടിക്കറ്റ് വെച്ച് യേശുദാസിന്റെ ഒരു ഗാനമേള ഈ നാട്ടില് നമ്മൾ നടത്താൻ പോവാ. ക്ലബിന്റെ ധനശേഖരണാർത്ഥം. ധനശേഖരണാർത്ഥം ആളുകളോട് ചെന്ന് ചോദിച്ചാ മതി. ക്ലബിന്റെ പേര് കേട്ടാ ഉടനെ എടുത്തങ്ങ് തരും. നിന്നെ പോലെയുള്ള ആപ്പവപ്പയുടെ കയ്യിൽ നിന്നും നമ്മൾ പിരിവെടുക്കുന്നില്ല. കുത്തക മുതലാളിമാര്, കച്ചവടക്കാര്, തറവാട്ടുകാര്, ഇങ്ങനെ തുടങ്ങി ആവശ്യത്തിനും അനാവശ്യത്തിനും പണം കെട്ടിപ്പിടിച്ചോണ്ട് ഉറങ്ങുന്നവരാണ് നമ്മളുടെ ഇര. പാവങ്ങളെ നമ്മൾ വെറുതെ വിടുന്നു. പിരിവെടുക്കുന്ന കാശ് മുഴുവൻ യേശുദാസിന് കൊടുക്കേണ്ടി വന്നാലോ? കൊടുക്കേണ്ടി. അത് പിന്നെ പുള്ളിക്കാരൻ നമ്മുടെ പഴയ ഒരു ദോസ്ത. പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? പറഞ്ഞു. ലാഭം കിട്ടിയാൽ അത് പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ? നമ്മൾ തുല്യമായിട്ട് വീതിക്കുന്നു. അപ്പോ ടിക്കറ്റും നോട്ടീസിന് കാശോ? അതൊക്കെ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എന്റെ കൂടെ നിന്നേച്ചാ മതി. എന്താ പറയുന്നു? നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൂടെ? ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ കൂടുതൽ എന്തോന്ന് ചിന്തിക്കാൻ. എന്നാൽ എല്ലാരും കൈയടിച്ച് ആ പ്രമേയം ഒന്ന് പാസ്സായിക്കേ. കിട്ടി, എല്ലാം കിട്ടി.
ഇനി നമ്മൾ താമസിപ്പിക്കണ്ട. ദാമുവും കുമാരനും സ്ഥലത്തെ വലിയ വലിയ വീടുകളിൽ ചെന്ന് നോട്ടീസ് വരണം നടത്തട്ടെ. അതെ, ഞങ്ങൾ ടിക്കറ്റ് പോയ പുറകെ വരാം. മാത്തച്ഛൻ, കോൺട്രാക്ടർ സക്കറിയ, സുലൈമാൻ സേട്ട്, കുട്ടിരാമൻ നമ്പ്യാര്, പിന്നെ സ്ഥലത്തെ പ്രധാന മൂരാച്ചികളുടെ വീടുകൾ തോറും. ഒന്ന് പറഞ്ഞു വരുന്നേ. ടിക്കറ്റ് വിൽപ്പനയെന്ന് എന്നെ ഒന്ന് ഒഴിവാക്കണം. അയ്യോ, അത് പറ്റില്ല. ടീമിനൊരു വെയിറ്റ് വേട്ടെ. അതല്ല, വേറെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. മാഷ് വരാതിരുന്നാലേ പ്രശ്നം. ഞാൻ പറയുന്നത് കേൾക്കണം. നീ ഇവിടുന്ന് പണവുമായി മുങ്ങും, ആളുകൾ പിന്നെ എന്നെ പിടികൂടും. ആ അലവലാദികളുടെ കേസല്ലല്ലോ എന്റെ കേസ്. അവന്മാർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പണം തന്നവന്മാർ ഒടുവില് എന്റെ ശമ്പളത്തിൽ കയറി പിടിച്ചാൽ ഞാൻ ആപ്പിലായി പോവുകയെ. എന്റെ മാഷിന്റെ എവിടെ ആരും കയറി പിടിക്കാൻ പോകുന്നില്ല. ഇക്കാര്യത്ത് മാത്രം താനെന്നെ നിർബന്ധിക്കണ്ട, ഞാൻ വരില്ല. ഇതൊരുമാതിരി കാലുവാരി ഏർപ്പാടായി പോയി. എടോ, ഒരുമാതിരി മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത്. തന്റെ കൂടെ മാല പൊട്ടിക്കാനും കള്ള സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാനും കൂടെ വന്നവനാ ഞാൻ. നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളോട് പോകാൻ പറഞ്ഞില്ലേ? ഇങ്ങനെ ഒരു ക്ലബിനെ പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. അയ്യോ, അത് വലിയ അത്ഭുതമാണല്ലോ. 2 കൊല്ലം മുമ്പ് ഞങ്ങളുടെ ക്ലബ്ബായിരുന്നു ഇവിടെ കോൽക്കളി മത്സരം സംഘടിപ്പിച്ച്. പിന്നെ പായസം കുടി മത്സരം, ഇഡലി തീറ്റി മത്സരം, പിന്നെ ഈ അപ്പൊ തീറ്റയും കുടിയാണ് പ്രധാനം. അയ്യോ, മുതലാളി ഒരു തമാശ. ഞങ്ങൾ നോട്ടീസ് കിട്ടിയില്ലേ? കിട്ടി. പക്ഷേ ധനശേഖരണാർത്ഥം, അതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഈ ധനശേഖരണാർത്ഥം എന്ന് പറഞ്ഞാലേ ധനം ശേഖരിക്കുക എന്നർത്ഥം. ശേഖരിക്കുന്ന ധനം എന്തിനു വേണ്ടിയാ ചെലവാക്കുന്നതെന്നാ മനസ്സിലാവാത്തത്. അത് ഞങ്ങൾ പിന്നെ ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് കഴിഞ്ഞ തവണ ഏഷ്യാഡ് നടന്ന ഭാരതത്തിലായിരുന്നല്ലോ. അതിന് അപ്പോഴേ ഞങ്ങൾ വിചാരിച്ച ഈ സ്പോർട്സ് രംഗത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അത് ചെയ്യാൻ ഉത്തരവാദപ്പെട്ടവർ വേറെ ധാരാളം ഉണ്ടല്ലോ. ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കുണ്ട് ഉത്തരവാദിത്തം. ഞങ്ങൾക്കും PT ഉഷമാരെ MT വത്സവമാരെ ഇവിടെ സൃഷ്ടിക്കണം. സൃഷ്ടിച്ചോളൂ. ആവശ്യമാണെന്ന് തോന്നുമ്പോ ഞാനും കുറെ പേരെ സൃഷ്ടിച്ചോളാം. നല്ലൊരു തുക ഞങ്ങൾ മുതലാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കയ്യിൽ കാശുള്ളവർ കൈവളത്തി കാണിച്ച പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകും. മുതലാളിയുടെ 5-8 ബസ്സുകൾ പബ്ലിക് റോഡിൽ കൂടെ ഓടുന്നതാ. അതുകൊണ്ട് അല്ല, വല്ലവരും ബസ് തടയുകയോ ടയർ കുത്തി കീറുകയോ ചില്ലെറിഞ്ഞ് പൊട്ടിക്കുകയോ ഒക്കെ ചെയ്താൽ ഞങ്ങളുടെ സഹായം കാണത്തില്ല. അത്രേ ഉള്ളൂ. അതിനിവിടെ പോലീസ് ഉണ്ടല്ലോ. എന്ത് പോലീസ്? ഇരുട്ട് വാക്കിന് 4 കല്ലെടുത്ത് ചില്ലെറിഞ്ഞ് പൊട്ടിച്ച പോലീസ് ആരച്ചെന്ന് പിടിക്കും. ഞങ്ങൾക്ക് അധികം നേരേക്ക് സമയമില്ല. ഞങ്ങൾക്ക് പല സ്ഥലത്ത് പോകാനുള്ളതാണ്. കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഒരു തുച്ഛമായ ഒരു 1000 രൂപ തന്നാൽ മതി. ബസിന്റെ സുരക്ഷിതത്വത്തിനാണെന്ന് മാത്രം കരുതിയാൽ മതി. ഞാനൊന്ന് ആലോചിക്കട്ടെ. അത് മതി. മുതലാളിക്ക് ഒരു ഫാമിലി പാസ്വേഡ്, കംപ്ലീറ്റ് ഫാമിലിക്ക് ഗാനമേളയേക്കാം. ഗാനഗന്ധർവന്റെ മധുരമായ ശബ്ദമല്ലേ മുതലാളി? കാശുവിന് മതി. വരട്ടെ. ആരാ ഇതൊക്കെ? ഇരിക്കി. അച്യുൻ നമ്പ്യാരെ ഞാൻ അറിയിച്ചിരുന്നു. ഇതാണോ ആള്? എന്നോടും എന്റെ പാർട്ടിയോടുള്ള കടപ്പാടിന്റെ പേരിലാണ് മൂപ്പർ സമ്മതിച്ചത്. അറിയാം. എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത്? കഴിഞ്ഞ ആഴ്ച ചെല്ലുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് കുറച്ചുകൂടെ തുക സംഘടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ സാറ് കൂടെ ഒന്ന് അവിടം വരെ വന്നാൽ. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. നാളെ മുതൽ മലയോര കർഷകരുടെ കൺവെൻഷൻ തുടങ്ങിയാണ്. പാർട്ടി ഇത്തവണ എന്നെ അസംബ്ലിയിലേക്ക് അയക്കാതിരുന്നത് തന്നെ കർഷകരെ സജീവമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? എന്താ പേരെന്ന് പറഞ്ഞത്? ദിവാകരൻ. ദിവാകരൻ എന്ന യാത്ര ഇന്ന് രാത്രി തന്നെ. എന്താ ഇത്? ഒരു ചെറിയ പാരിതോഷികം. അയ്യോ, ഞങ്ങൾ രാഷ്ട്രീയക്കാരിതൊന്നും നേരിട്ട് വാങ്ങാൻ പാടില്ല. പ്രതിപക്ഷക്കാർ നോക്കിയിരിക്കുക വല്ലതും കിട്ടാൻ. പക്ഷേ ഒരു സത്യം ഞാൻ പറയട്ടെ, ഞങ്ങൾ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടിയാണ്. തന്നോളൂ, തരൂ. കുണ്ടാങ്കടവിലേക്കുള്ള വഴി ഏതാ? ഇതിലേ പോയാ മതി. ഇതിലെയോ? കുണ്ടാങ്കടവിലേക്കുള്ള വഴി ഇതാണോ? ഇതിലൂടെ പോവാം. എവിടുന്നാ? ഞാൻ കുറെ ദൂരെന്നാ. ഇവിടെന്ന് വെച്ചാ കുണ്ടാങ്കടവിലേക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ കാണും? കുണ്ടാങ്കടവിൽ ആരെ കാണാനാ? എന്ത് ദൂരം വരും എന്ന് പറഞ്ഞാൽ മതി. ഏത് നാട്ടിന്നാ? ഈ സ്ഥലത്ത് ആദ്യ അല്ലെ പിന്നെ വഴി ചോദിക്കണോ? എന്റെ കുടുംബചരിത്രം പുസ്തകമായി അടിച്ചിറക്കിണ്ട്, വാങ്ങി വായിച്ചു നോക്ക്. ഇടത്തോട്ട് തിരിഞ്ഞാ മതി, എളുപ്പ വഴിയാ. ഞാൻ എന്റെ സൗകര്യം പോലെ പോയിക്കോളാം. സാറുമാരെ പോയട്ടെ.
ആരായത് ഏ ഇവിടെ? എന്താണോ താൻ ഞങ്ങളേതോ മറന്നോ? ആദ്യം കണ്ടപ്പോ എനിക്ക് ആളെ പിടിയിട്ടില്ല. ഇപ്പൊ പിടികിട്ടിയോ? എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലടോ. 5 കൊല്ലം കൂടെ ഇനിയും പെൻഷനാവാൻ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അല്ല, ഇതിലേ പോയാ കുണ്ടാങ്കടയിലെത്തോ? താനെന്താ ആളെ കളിയാക്കുക? ഇത്ര വേഗം താൻ സ്വന്തം നാട്ടുവഴിയൊക്കെ മറന്നോ? ഞാൻ ആരാന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് സംസാരിക്കുന്നത്? മനസ്സിരിക്കട്ടെ. പൊക്കം മൂപ്പരോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, താൻ സർക്കാർ ആശുപത്രിയിൽ ഏതാണ്ട് കമ്പൗണ്ടറോ നഴ്സോ ഒക്കെ ആണെന്ന് കേട്ടൂല്ലോ. അതോ ഇനി കമ്പൗണ്ടർ മൂത്ത് പോലെ ഡോക്ടറോ ആയോ? ഇപ്പൊ ഞാൻ സർക്കാർ ആശുപത്രിയിലല്ല, പിന്നെ ഭ്രാന്താശുപത്രിയിലാ. ഓ അത് ഞാൻ അറിഞ്ഞില്ല. അവിടുന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുക. എന്തിന്? ഈ പ്രദേശത്തുള്ള ഭ്രാന്തന്മാരെ മുഴുവൻ പിടിച്ചു കെട്ടി അങ്ങോട്ട് എത്തിക്കാൻ. കാലത്ത് 1-2 വരെ കിട്ടി. ഇപ്പൊ ഒരാളും കൂടായി. നിങ്ങൾക്ക് എന്തിന്റെ സൂക്കടാ? ആർക്ക്? മനുഷ്യ, നിങ്ങൾക്ക് എന്നെ അറിയില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല. ഞാൻ കുറെ ദൂരെ നിന്ന് വരിക. അപ്പൊ താൻ പൊക്കം മൂപ്പരുടെ മോനല്ലേ? അല്ല. അല്ലേ? അല്ല 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 അല്ല. അവനാണ് മോനാ? ഞാൻ അച്യുതൻ നമ്പ്യാരെ കാണാൻ വന്നതാ. അച്യുതൻ നമ്പ്യാരുടെ സ്കൂളിലെ പുതുതായി ചേരാൻ വന്ന മാഷ ഞാൻ. ഓഹോ, അപ്പൊ താനാണ് കക്ഷി. ആട്ടെ, തനിക്ക് എന്നെ മനസ്സിലായോ? പറഞ്ഞാലേ അറിയൂ. താൻ ചേരാൻ പോകുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. കുഞ്ഞന്നായെന്ന് പറയും. അയ്യോ, ഞാൻ സാർ ക്ഷമിക്കണം, അറിഞ്ഞില്ല. കുഴപ്പമില്ല. കുറുപ്പ് മാഷ് പിരിഞ്ഞിട്ടിപ്പോ 5-6 മാസമായി. ഓ, അതിനുശേഷം വേണ്ടത്ര കോഴ രൂപ കിട്ടാത്തതുകൊണ്ട് മാനേജർ വേറെ ആരെയും അപ്പോയിന്റ് ചെയ്തില്ല. എത്ര രൂപയ്ക്കാ സമ്മതിച്ചത്? അല്ല, അത് എന്നോട് പറയാം. അല്ല, അതുകൊണ്ടല്ല. MLA ചാത്തുക്കുട്ടി നമ്പ്യാരുമായിട്ടുള്ള നേരിട്ടുള്ള കച്ചവടമായിരുന്നു. അപ്പൊ മർമ്മത്തിൽ തന്നെയാ പിടിച്ചത്. ഈ ചാത്തുക്കുട്ടി നമ്പ്യാർ MLAയും മാനേജരും തമ്മിൽ വലിയ ക്ലോസാ. അല്ല, ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലായി? ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കൊല്ലായി. ഓഹോ, നേരത്തെ എവിടെങ്കിലും പഠിപ്പിച്ചിരുന്നോ? എവിടെ? നാട്ടിലെ ട്യൂട്ടോറിയല്. ഓ, എന്തായിരുന്നു വിഷയം? അവിടെ പിന്നെ ഇംഗ്ലീഷ്. അതേതായാലും നന്നായി. ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് നമുക്കിപ്പോ മാഷന്മാരില്ലാത്തത്. ഞങ്ങളൊക്കെ പഴയ സംസ്കൃതവും മണിപ്പുറവും ഒക്കെ ആണല്ലോ. എന്താ പേര് പറഞ്ഞത്? ദിവാകരൻ. ഞാൻ മൂപ്പരുടെ മര്യാദകളാണല്ലോ. മഹാനേരുടെ ജീപ്പാ പറഞ്ഞത്. മൂപ്പര് തന്നെയാ. അച്യുതൻ നമ്പ്യാരെ. ചെന്ന് കാണുമ്പോ ഒരു ബഹുമാനത്തിലൊക്കെ നിന്നോണം. മൂപ്പരാളൊരു പുലിയാ. അച്യുതൻ നമ്പ്യാരുടെ നാട്ടിൽ കാക്ക പോലും പറക്കൂല എന്നാ പറയണത്. എന്താ അത്രയ്ക്ക് പേടിയാ. നേരെ ചെന്ന് ഈ വളം അങ്ങോട്ട് തിരിഞ്ഞാൽ മൂപ്പരുടെ തറവാടായി. ഇനിയിപ്പോ സംശയിക്കാനൊന്നുമില്ല, മുറ്റത്ത് തന്നെ ജീപ്പ് ഉണ്ടാവും. അപ്പൊ നേരെ കണ്ടിട്ട് സ്കൂളിലേക്ക് വന്നാൽ മതി, ഞാനുണ്ടാവും. അല്ല, വരുന്നില്ലേ? ഞാൻ ഇതുവഴിയാ. ഓ, എന്നോട് ഇങ്ങോട്ട് നേരിട്ട് ചോദിക്കേണ്ടായത് കേളന്റെ കാര്യം എന്തായെന്ന്. പറയുന്ന വാക്ക് മാറുന്നവരോട് മൂപ്പർക്ക് വലിയ ദേഷ്യ. അടുത്ത വെട്ടിന് കണക്ക് ഒപ്പിക്കാതിരിക്കില്ല. എല്ലാം മൂപ്പരോട് നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. എന്തോ മാറില്ല. ടീച്ചർ കണ്ടോ? കല്യാൺ ടീച്ചറെ നിങ്ങളെ കണ്ടോന്ന്? കണ്ടു. എവിടെ? എന്തോന്ന് ടീച്ചർ കണ്ടത്? ഓ, ഞാൻ കണ്ടത് ഇവിടെയൊന്നും അല്ല. ഞാനിതൊന്നും തച്ചോട്ടെ മാഷേ. ബെല്ല് കാണുന്നില്ല ടീച്ചറെ? കാണുന്നില്ലെങ്കിൽ കാണണ്ട. ഓ, ഇനിയിപ്പൊ ബെല്ലടിക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. കുഴപ്പമുണ്ടായിട്ടല്ല, എന്നും കാലത്ത് ബെല്ലിന്റെ ശബ്ദം കേട്ട് ശീലിച്ചു പോയി, അതുകൊണ്ടാ. ബെല്ല് കണ്ടില്ലല്ലോ? ഞാൻ 2 ദിവസത്തിന് മുമ്പേ ഒന്ന് കണ്ടു. അമ്മോ, കള്ള ശൈത്താൻ. എന്താ ഊമ നോക്കണായിരുന്നു നോക്കണേ? ഇനി വേണർക്ക് പോയാ? നിങ്ങൾ ഇവിടുന്ന് ബെല്ലെടുത്തോണ്ട് പോയോ? കൊണ്ടേ. എന്നിട്ട് അതല്ല രാത്രി ഞാൻ പോയി തന്നായി. ഇയാളെന്തോടോ ചിട്ടിയുടെ കാശ് തരാത്തെ? വരൂലേ? എപ്പ തനിക്ക് തോന്നുമ്പോഴോ? കയ്യിൽ കിട്ടുമ്പോന്ന്. അതൊക്കെ പള്ളി പറഞ്ഞാ മതി. പള്ളിയിൽ വേറെ തന്നെ വല്ലതും പറയാനുള്ള ബുദ്ധങ്ങോട്ട് മറന്നുപോയാലോ? തിക്കും തിരക്കും തല്ലും പിടിയും കൂട്ടി ചിട്ടി പിടിച്ചോണ്ട് പോകുമ്പോ വായിലും നാക്കിലും ഒക്കെ തേനും പാൽ പായസം ഒലിക്കുമായിരുന്നല്ലോ.
വാങ്ങിക്കാനുള്ള പണി എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. പിന്നെ അതാണ്ട് പോയിക്കോളിന്ന്. ക്ലാസ്സിൽ കയറ, എല്ലാരും ക്ലാസ്സിൽ കയറ, ക്ലാസ്സിൽ കയറ, ബെല്ലടിച്ചാലും ക്ലാസ്സിൽ കയറണമെന്നില്ലല്ലോ. ഓടോ, ക്ലാസ്സിൽ കയറ. എന്റെ പാത്രം നിന്റെ ആണോ? എന്നാ അയ്യോ അയ്യോ ഹെഡ്മാഷ് അത്ര ഹെഡ്മാഷ് ഇവറ്റകളുടെ പുറകെ ഓടി എന്റെ നടു ഒടിഞ്ഞു. കണ്ടത്തിലെ പണിയൊക്കെ തീർന്നാ? ഒരു തമാശ. മണിയെടുത്തോ? മണി 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 താഴെടുത്ത് കാണും. എനിക്കെന്തിനാ മണി? മാനേജറുടെ വീട്ടിൽ കൊണ്ടുവച്ച് കിണുക്കാൻ. എന്തൊരു തമാശ. സയൻസ് സയൻസ്. മനുഷ്യന് കുത്തിരിക്കാൻ വയ്യാണ്ടായിക്കുന്നു വരെ. അർച്ചസ് കൂടിയോ? കസാലിന്റെ കാലൊടിഞ്ഞിരിക്കുന്നു. അവൻ നന്നാക്കാൻ എനിക്ക് ആശാരിപ്പണി ഒന്ന് പറഞ്ഞൂടാ. അല്ല, ആശാരിപ്പണി ഹെഡ് മാസ്റ്റർമാരും ഉണ്ട്. നമസ്കാരം. ബുക്ക് ഓരോ ദിവസം കഴിയുന്തോറും മാഷ് ചെറുപ്പായിട്ട് വരിക. ഇപ്പൊ മനസ്സിലായി എന്താന്നാ മണി ആരാ മോട്ടിച്ചത്. ഒരു പുതിയ മാസ്റ്റർ ജോയിൻ ചെയ്യാൻ വരണ്ട്. ഇന്ന് വന്നാലേ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ. എനിക്കിന്ന് ട്രഷറി പോണം. അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ പാൽപ്പൊടി റവ എടുത്ത് കൊടുത്തിട്ട് പോണം. ഞാൻ പോയിട്ട് വരട്ടെ. അതെന്തിനാ ഇപ്പൊ കൊടുത്താലെന്താ? പെൺകുട്ടി അവിടെ കാത്തു നിൽക്കുന്നു. പിന്നെ ഏയ്യോ എപ്പോഴാ സ്കൂൾ പരിശോധനയ്ക്ക് വരണമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇല്ലാത്തപ്പോ തനിക്കാ ചാർജ്. വരുമ്പോ ഞാനിവിടെ കാണത്തില്ല. അങ്ങനെ എന്നെ മാത്രം ആപ്പിലാക്കാൻ നോക്കണ്ട. എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രഷറി പോകണ്ടേ? എന്തിനാ ട്രഷറി പോകുന്നത്? അവിടെ ആണോ വാഴ കൃഷിക്ക് വളം തരുന്നേ? എന്നെ കൊണ്ട് പറ്റില്ല. കൊണ്ട് ഞാൻ തോറ്റു. ഇങ്ങനെ രജിസ്റ്ററിൽ ഒപ്പിട്ടേച്ച് പറമ്പിൽ പോയി വാഴയ്ക്ക് ഇളക്കുന്ന ഇടപാട് അധികകാലം വെച്ച് നട. പിന്നെ റവ കുറച്ചേ എടുക്കാവൂ. പെരുവേറന്മാർക്ക് ഒരു പ്രാവശ്യം വിളമ്പിയാ മതി. പിന്നെ ആ വീട്ടുകാരെ ഒന്ന് ശ്രദ്ധിച്ചോണം. അവന്മാര് പൂട്ട് കുത്തി തുറന്ന് പാൽപ്പൊടി റവയൊക്കെ മോട്ടിക്ക് പോകുന്ന എന്റെ പേര്. അവരങ്ങനെ ചെയ്യില്ല. ഇവിടുത്തെ മാഷന്മാരെക്കാൾ ഭേദ. ഹെഡ്മാഷ അല്ല നിക്കുന്ന അതന്നെ മാഷെ മാഷെ ഞാനാ നീ അതെ ഞാൻ പുതുതായിട്ട് സ്കൂളിൽ ചേരാൻ വന്ന ഞാൻ സ്കൂളിലോട്ട് പോയായിരുന്നു. നടന്നു ഞാൻ പറയണ്ടേ? പിന്നെ എന്നെ ഇവിടെ കണ്ട കാര്യം അവിടെ പറയണ്ട. എവിടെ? സ്കൂളിലെ. സ്കൂളിലെന്നല്ല ഒരിടത്തും പറയണ്ട. നടന്നോ? ഞാൻ കൂടെ ഉണ്ട്. ആസാമിലെ ചിറാപുഞ്ചിയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആസാമിലെ വീടുകൾ വളരെ പൊക്കമുള്ള തൂണുകളിന്മേലാണ് ഉയർത്തി നിർത്തിയിരിക്കുന്നത്. കാരണം എന്താ? സൈനബ പറയൂ. അവിടെ തൂണുകൾ വളരെ കുറഞ്ഞ വിലക്ക് കിട്ടുമായിരിക്കും. നിന്നോട് ചോദിച്ചില്ല. അയ്യടാ ഒരു പുത്തി മൈരാണ് അവിടെ. സൈനബയ്ക്ക് അറിയില്ലേ?
വെള്ളപ്പൊക്കത്തിൽ വീടുകൾ ഒലിച്ചു പോകാതിരിക്കാൻ എട്ടികൾ. എന്നാ പിന്നെ മാഷേ നമ്മുടെ സ്കൂളും മരത്തുള്ളിൽ നിർത്തിയാൽ മതിയായിരുന്നല്ലോ. നിർത്തടാ. അഭിപ്രായം നിന്നോട് ചോദിച്ചോ? എടാ നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചോ? ചോദിച്ചോ? മാറുപിള്ളേ കൊയ കൊയ എയ്യോ വരുന്നു. കൊയ എയ്യോ വരുന്നു. വകീകള് നമ്മളിപ്പോ എന്ത് ചെയ്യും? എന്ത് വേണേ ചെയ്തോ. എനിക്ക് പെട്ടെന്നൊരു വയറ്റുവേദന. ഞാൻ രണ്ടിലും ഒന്ന് പറഞ്ഞേച്ചാ മതി. കല്യാൺ ടീച്ചറെ, കല്യാൺ ടീച്ചറെ, ഏയ്യോ വരുന്നു. ഏയ്യോ നിക്കുന്നതാണ് പക്ഷെ പായല്. ഇത് നമ്മളാണ്. അത് പുതിയ മാസാണ്. ഏയ്യോ അല്ല. അവരി രണ്ട് വീടോ